നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്ര പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് സൗജന്യ വൈദ്യസഹായവുമായി ആൽഫ കുട്ടനാട് സെന്റർ. നടുവിലെ മുറി കുരുക്ഷേത്ര ഹാളിൽ ആരംഭിച്ച വൈദ്യസഹായ ക്യാമ്പ് ക്ഷേത്രം പൂജാരി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ തിരുമേനി ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഭാരവാഹികളായ കൊച്ചുമോൻ, ചന്ദ്രമോഹൻ നായർ, നിർമ്മല ചന്ദ്രമോഹൻ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവ ദിവസങ്ങളിലുടനീളം ഭക്തജനങ്ങൾക്ക് ആവശ്യമായ പ്രാഥമിക ചികിത്സ, അടിയന്തര ശുശ്രൂഷ, ആരോഗ്യ നിർദ്ദേശങ്ങൾ, ഡോക്ടർ സേവനം എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിമാസ പെൻഷൻ വിതരണം എടമുട്ടം ട്രസ്റ്റ് ഓഫീസിൽ ആരംഭിച്ചു. ഒരു വരുമാനവുമില്ലാത്ത, ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാൻ കുടുംബാംഗങ്ങൾ ഇല്ലാത്തവർക്കാണ് ട്രസ്റ്റ് പ്രതിമാസ പെൻഷൻ നൽകി വരുന്നത്. ആൽഫ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ പ്രതിമാസ അവലോകന യോഗം ഡിസംബർ 9 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് പുനർജനി ഹാളിൽ പ്രസിഡന്റ് കെ എ ഖദീജാബിയുടെ അധ്യക്ഷതയിൽ ചേരുമെന്ന് സെക്രട്ടറി CS തിലകൻ അറിയിച്ചു. സെന്ററിന്റെ നവംബർ മാസത്തെ പ്രവർത്തനങ്ങളുടെ അവലോകനവും വരവ് ചെലവ് കണക്കുകളുടെ അവതരണവും ഹോസ്പീസ് കെട്ടിട നിർമ്മാണ പുരോഗതിയും യോഗം വിലയിരുത്തും. ആൽഫ കൊല്ലം സെന്റർ 1ാം വാർഷികത്തെ കുറിച്ച് ആലോചിക്കാനും സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനുമായി നടത്തുന്ന യോഗം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെന്ററിൽ ചേരും. പ്രസിഡന്റ് സന്തോഷ് തങ്ങൾ, സെക്രട്ടറി ബിന്ദു സാജൻ, കൺവീനർ സലീം നാരായണൻ, PRO ഷിബു റാവുത്തർ എന്നിവർ നേതൃത്വം നൽകുന്ന യോഗത്തിൽ ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.